സമൂഹത്തിൽ ഒരു വിഭാഗം വരാൻ പോകുന്നുണ്ട്. അഖ്വാം, ഒരു വിഭാഗം യസ്തഹില്ലൂനൽ ഹിറ, വ്യഭിചാരം അവർ ഹലാലാണെന്ന് പറയും. വൽ ഹരീറ, പുരുഷന്മാർ പട്ടുവസ്ത്രം ധരിക്കുന്നത് ഹലാലാണെന്ന് വരുത്തും. വൽ ഖംറ, കള്ളു കുടിക്കുന്നത് ഹലാലാണെന്ന് പറയും. വൽ മആസിഫ്, മ്യൂസിക് ഉപകരണങ്ങളും ഹലാലാണെന്ന് പറയുന്ന സമുദായം ഖിയാമത്തിന്റെ മുമ്പ് വരാനുണ്ടെന്ന പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തൊക്കെയാ പറഞ്ഞു? 4 വിഷയങ്ങൾ. എന്തൊരു ഗൗരവമാണ്. ഇസ്തഹില്ലൂനൽ ഹിർ, ഹിർ എന്ന് പറഞ്ഞാൽ അൽ ഫർജ്, വ്യഭിചാരം ഹലാലാണെന്ന് പറയും തുടങ്ങും. എന്തേ? വആതൈതും ഇഹ്ദാഹുന്ന ഉജൂറഹുന്ന, ഒരു പെണ്ണിന് അവരുടെ മഹർ കൊടുക്കണം എന്ന് പറയുന്ന ആയത്തിന് അവർ പരിഭാഷ വെച്ച് അർത്ഥം വായിക്കുന്നത് ഉജൂറഹുന്ന, അവർക്ക് വേതനം കൊടുക്കണം, പൈസ കൊടുത്താൽ ഹലാലായി എന്ന്. ഇങ്ങനെ ഖുർആനെ ദുർവ്യാഖ്യാനം ചെയ്യും. ഖുർആനിന്റെ വ്യാഖ്യാതാക്കളാണ് ഖുർആനിന് അർത്ഥം പറയേണ്ടത്. ഡിക്ഷണറി പഠിച്ച മനുഷ്യനല്ല. അറബി മനുഷ്യയായതുകൊണ്ട് അർത്ഥം പറയാൻ പറ്റുമോ ഖുർആനിന്? പറ്റില്ല. അറബ് ഭാഷ മാതൃഭാഷ സംസാരിക്കുന്നത് കൊണ്ട് ഖുർആനെ തഫ്സീർ ചെയ്യാൻ പറ്റുമോ? പാടില്ലാത്തതാണ്. ആര് ചെയ്യണം? ഉലമാ ചെയ്യണം, ഖുർആനിന്റെ ഉലൂമുകൾ പഠിച്ച ആളുകൾ. വആതൈതും ഇഹ്ദാഹുന്ന ഉജൂറഹുന്ന, നിങ്ങൾ അവർക്ക് അർഹമായ മഹർ നിങ്ങൾ നൽകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവർ ഹലാലാണെന്ന് പറയുന്ന ആ ഭാഗം അല്ലാഹു എന്തുകൊണ്ട് മുഹൂറഹുന്ന, അവരുടെ മഹർ എന്ന വാക്ക് ഉപയോഗിക്കാതെ എന്തുകൊണ്ട് ഉജൂർ എന്ന് പറഞ്ഞു? അതിന് കാരണമുണ്ട്. ഇതൊന്നും നോക്കാതെ എന്ത് അർത്ഥം? അജ്ർ, കൂലി, വൈജസ്. അപ്പോ വ്യഭിചരിക്കാം, കാശ് കൊടുത്താൽ മതി എന്ന് പറയുന്ന ആളുകൾ എന്റെ സമുദായത്തിൽ വരാനുണ്ട്. ഇതൊക്കെ ഇപ്പൊ ഗൾഫ് നാട്ടിലെ അറബികളിൽ ഇപ്പൊ തന്നെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മളെ നാട്ടിലേക്ക് വരുമെന്നപ്പോ എന്റെ പേടി. യസ്തഹില്ലൂനൽ ഹിറ, വ്യഭിചാരം ഹലാലാണെന്ന് പറയുകയും വൽ ഹരീറ, വൽ ഹരീർ, പട്ടിന്റെ ഉടയാളകൾ, പട്ടുവസ്ത്രം. റസൂലുള്ളാഹി തങ്ങൾ പറയുമായിരുന്നു, ഇതെന്റെ പുരുഷന്മാർക്ക് പട്ടുവസ്ത്രവും സ്വർണവും എന്റെ പുരുഷന്മാർക്ക് ഹറാമും എന്റെ സമുദായത്തിലെ പെണ്ണുങ്ങൾക്ക് ഹലാലുമാണ്. പെണ്ണുങ്ങൾക്ക് ധരിക്കാം കാഞ്ചീപുരം സിൽക്സ്, സിൽക്കുകൾ അവർക്ക് ധരിക്കാം. ഇനി പുരുഷന്മാർക്ക് സിൽക്ക് ധരിക്കുന്ന കാലം വരും. ആദ്യം ചിലപ്പോൾ ഒരു ടൈ ഒക്കെ ആയിരിക്കും ആദ്യം ഇറക്കുക, പുരുഷന്മാരുടെ ടൈ, സിൽക്കിന്റെ ടൈ. പിന്നെ ഒരു കോട്ടിറങ്ങും, പിന്നെ പുതിയാപ്പിളയുടെ ഡ്രസ് ഇറങ്ങി തുടങ്ങും. പിന്നെ അത് സർവ്വസാധാരണം അല്ലേ? യസ്തഹില്ലൂനൽ ഹിറ വൽ ഹരീറ, പട്ടുവസ്ത്രം പുരുഷൻ ഹലാലാണെന്നും വ്യഭിചാരം ഹലാലാണെന്നും പറയുന്നവർ എന്റെ ഉമ്മത്തിൽ വരാനിരിക്കുന്നുണ്ട്. വൽ ഖംറ വൽ മആസിഫ, വൽ ഖംറ, മദ്യപാനം, മദ്യപിക്കുന്നത് ഹലാലാണെന്ന് പറയുന്നവർ വരും. വൽ മആസിഫ്, മ്യൂസിക് ഉപകരണങ്ങൾ, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, മ്യൂസിക് ഉപയോഗിക്കുന്ന സാധനങ്ങൾ, ആ ഇൻസ്ട്രുമെന്റുകൾ ഹലാലാണെന്ന് യസ്തഹില്ലൂന, ഹലാൽ വൽക്കരിക്കുന്നവർ അന്ത്യനാളിന്റെ മുമ്പ് വരാനുണ്ടെന്ന് ലോകത്തിന്റെ ഗുരു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത്തിഖാദുൽ ഖൈനാതി, പാട്ടുപാടുന്ന പെൺകുട്ടികളെ ട്രെയിൻ ചെയ്തു കൊണ്ടുവരുന്നത്, അവർക്ക് പ്രാക്ടീസ് ചെയ്തു കൊടുക്കുന്നത്, അവരെ സ്റ്റേജുകളിൽ കയറ്റുന്നത്, പ്രായപൂർത്തിയായ പെൺകുട്ടികളെ ഉംറുൻ തുസ്സഹ, കണ്ടാൽ ആഗ്രഹിക്കപ്പെടുന്ന ഒരു പ്രായത്തിലെത്തിയ പെൺകുട്ടിയെ അന്യ പുരുഷന്മാരുടെ മുമ്പിൽ, അന്യ ആളുകളുടെ മുമ്പിലേക്ക് പ്രദർശിപ്പിക്കുന്നത് മാതാപിതാക്കൾ ചെയ്യുന്ന ഗുരുതരമായ ഹറാമല്ലയോ? കുറ്റകരമല്ലേ? ആർക്കാണ് സംശയമില്ലാത്തത്? അവിടെ നിന്ന് പറയുമായിരുന്നു, ലയകൂനന്ന ഫീ ഹാദിഹിൽ ഉമ്മ, ഈ സമൂഹത്തിൽ വരാനുണ്ട് ഖസ്ഫുൻ വഖദ്ഫുൻ വമസ്ഖുൻ, ആകാശത്ത് നിന്ന് ചരൽ കല്ലുകൾ മഴ പെയ്യുന്നതും, ഖസ്ഫുൻ, ഭൂമിയിലേക്ക് ആളുകൾ കൂട്ടം കൂട്ടമായി ആഴ്ത്തപ്പെടുന്നതും, വമസ്ഖുൻ, മനുഷ്യരുടെ മുഖം പോലും കോലം മാറുന്ന രീതിയിൽ അല്ലാഹു പരീക്ഷിക്കുന്നതും ഈ ഉമ്മത്തിൽ വരാനുണ്ട്. വദാലിക, ഇത് സംഭവിക്കുന്നത് ഇദാ ശരിബുൽ ഖുമൂർ, എന്റെ സമൂഹത്തിലെ ആളുകൾ കള്ളുകുടിയന്മാരായി മാറുമ്പോഴാണ്. ആൽക്കഹോളിക് ഡ്രിങ്ക്സ്, ഇൻടോക്സിക്കൻസ്, മയക്കുമരുന്നുകളടക്കം, മദ്യപാനമടക്കം എന്റെ സമൂഹത്തിലെ ചെറുപ്പക്കാരിലും അല്ലാത്തവരുടെയും ശരീരത്തിലേക്ക് ഹറാമുകൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ,
വത്തഖദുൽ ഖൈനാതി പാട്ടുപാടുന്ന പെൺകുട്ടികളെ കൊണ്ടുവരികയും വദറബൂ ബിൽ മആസിഫി മ്യൂസിക് ഉപകരണങ്ങളിൽ അവർ അടിക്കുകയും ചെയ്താൽ, അടിക്കുന്ന മ്യൂസിക്കുകളല്ലേ, മ്യൂസിക് ഇൻസ്ട്രുമെന്റുകൾ ഉപയോഗിക്കുകയും പാട്ടുപാടുന്ന പെൺകുട്ടികളെ കൊണ്ടുവരികയും മദ്യപിക്കുകയും ചെയ്താൽ, ഒരു ബാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? പാട്ടുപാടുന്ന പെൺകുട്ടികളും ഡാൻസ് ചെയ്യുന്നവരും അധികം ആളുകളും എന്താ? വ്യഭിചാരിണികളായ പെണ്ണുങ്ങൾ. അവർക്ക് കള്ളു വാങ്ങിച്ചു കൊടുക്കണം, അവരുടെ ശിങ്കിടിമാർക്ക് പിമ്പുകളായി ജോലി ചെയ്തിട്ട് കാശ് കിട്ടണം. ഒരു പ്രദേശത്തേക്ക് അവരെ കൊണ്ടുവന്നാൽ ഇത്രയാണ് കമ്മീഷൻ, ഇന്ന VIP-കൾക്ക് കാഴ്ചവെച്ചാൽ അതിന് പകരം ഇത്ര. അങ്ങനെ പ്രോസ്റ്റിറ്റ്യൂട്ടുകളായ ആളുകളെ കൊണ്ടുവരുന്ന സമ്പ്രദായം മുസ്ലിം ഉമ്മത്ത് നിർത്തിവെക്കണേ. മുസ്ലിം ഉമ്മത്തിൽ നടക്കാൻ പാടില്ല. ഇത്തഖദുൽ ഖൈനാത്ത്, പാട്ടുപാടുന്ന പെൺകുട്ടികളെ കൊണ്ടുവരുന്നത്, അത് എന്ത് മാപ്പിളപ്പാട്ടായിക്കോട്ടെ, എന്ത് പാട്ടുകളായിക്കോട്ടെ, പെണ്ണുങ്ങൾക്ക് പാടിക്കൊടുത്തോട്ടെ. മ്യൂസിക് ഇല്ലാതെ നല്ല പാട്ടുകൾ. അന്യപുരുഷന്മാരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടാനുള്ളവരല്ല അവർ. അത് കല്യാണത്തിന്റെ വേദിയിലാണെങ്കിലും, വിവാഹത്തിന്റെ ശ്രദ്ധയിലാണെങ്കിലും, നിക്കാഹിന്റെ ശ്രദ്ധയിലാണെങ്കിലും, എവിടെ ആയിക്കൊള്ളട്ടെ, അന്യ പെണ്ണുങ്ങളെ സ്റ്റേജിലേക്ക് കയറ്റുന്ന പരിപാടി ഈ സമൂഹത്തിന് പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. എന്ത് സംഭവിക്കുന്ന പറഞ്ഞത്? അൽ ഖസ് വൽ ഖദ്ഫ് വൽ മസ്, കോലം മാറിപ്പോകും മുഖത്തിന്റെ. ചരൽക്കല്ലുകൾ മഴവർഷിക്കുകയും ഭൂമിയിലേക്ക് ആഴ്ത്തപ്പെടുകയും ചെയ്യുന്ന അപകടം സംഭവിക്കും. വദാലിക, അതൊക്കെ നടക്കുന്നത് ഇദാ ശരിബുൽ ഖുമൂർ, മദ്യപിക്കുമ്പോഴാണ്. വത്തഖദുൽ ഖൈനാതി, പാട്ടുപാടുന്ന പെൺകുട്ടികളെ കൊണ്ടുവരുമ്പോഴാണ്. വദറബൂ ബിൽ മആസിഫി, മ്യൂസിക് ഉപകരണങ്ങളിൽ അടിക്കുമ്പോഴാണ്. അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ ഉണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്തരം കല്യാണത്തിന് പോകാൻ പറ്റുമോ? പോകാൻ പറ്റുമോ? പറ്റില്ല എന്നാണ്. എപ്പോഴാ പോകാൻ പറ്റുക? നിങ്ങൾ അവിടെ ചെന്നാൽ ആ തെറ്റവരെ കൊണ്ട് തിരുത്താൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് പോകാം, ഇല്ലെങ്കിൽ പോകാൻ പോലും പാടില്ലെന്നാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഗാനമേളകൾ എന്നൊക്കെ പറഞ്ഞ് ഓടാൻ നിൽക്കേണ്ട, അതിൽ പറ്റുന്നതും പറ്റാത്തതുമുണ്ട്. മ്യൂസിക് ഇല്ലാതെ നല്ല പ്യൂർ നല്ല പാട്ടുകൾ, നല്ല നമ്മുടെ 2 ചെറുപ്പക്കാരുടെ പാട്ട് പാടിയില്ലേ, എന്തൊരു മനോഹരം, എന്തൊരു മനോഹരം, നല്ല അർത്ഥമുള്ള പാട്ട്. ഒരു കുഴപ്പമില്ല, ചെറുപ്പക്കാരോടൊന്ന് പാടുകയാണ്, നല്ല പാട്ടാണ്, മ്യൂസിക് ഇല്ല, അള്ളാഹുവിന്റെ റസൂലിനെ പറ്റി പാടുന്ന പാട്ടാണ്, ഒരു കുഴപ്പമില്ലല്ലോ. മ്യൂസിക് ഉപയോഗിക്കരുത്, പാട്ടുപാടുന്ന പെൺകുട്ടികളെ സ്റ്റേജിൽ കയറ്റരുത്, മദ്യപിക്കരുത്. ഹബീബായ തങ്ങൾ അന്ത്യനാളിന്റെ അടയാളങ്ങൾ ഓരോന്നോരോന്നായി പറഞ്ഞു തരുന്നതിലുണ്ട്. ഖതീഅത്തുർ റഹ്മി, മനുഷ്യൻ കുടുംബബന്ധം മുറിക്കുന്നത്, കുടുംബബന്ധം മുറിക്കുന്നത് ഈ ലോകാവസാനത്തിന്റെ അടയാളങ്ങളിലുണ്ടെന്ന്. എന്തൊരത്ഭുതം! പിതാവിനോട് മകൻ മിണ്ടുന്നില്ല, എന്തേ വിഷയം എന്നറിയോ? വാപ്പ ജ്യേഷ്ഠൻ എന്തോ കൊടുത്തു, അവന് കൊടുത്തിട്ടില്ല. ഉമ്മയോട് പിണക്കത്തിലാണ്, എന്തേ? ഉമ്മ എന്തോ ജ്യേഷ്ഠത്തിക്ക് എഴുതി കൊടുത്തു, അനിയത്തിക്കൊന്നും കിട്ടിയില്ല. എളാപ്പയും മൂത്താപ്പയും തമ്മിൽ തർക്കത്തില, എന്തേ അറിയോ? പൊതുവഴിക്ക് അവിടെ വരാനുള്ള വഴിക്ക് ഒരു 1/2 സെന്റ്, ഒരു 1/2 അടി വിട്ടുകൊടുക്കാൻ എളാപ്പ തയ്യാറായിട്ടില്ല. കുടുംബം പിണക്കത്തില, ഒരു വണ്ടി പോലും കടന്നു വരാതെ അവരെ ബുദ്ധിമുട്ടിച്ചു. നിസ്സാര പ്രശ്നങ്ങൾക്ക് വേണ്ടി ആ 1/2 അടി കൊണ്ട്, ഭൂമി കൊണ്ട് എന്ത് ചെയ്യാനാണ്? എന്ത് ചെയ്യാൻ പറ്റും? പക്ഷേ മനുഷ്യൻ ദുൽമ ചെയ്യാം. സമ്പത്തിന്റെ പേരിലാണ് ഇന്ന് പിണക്കങ്ങൾ മുഴുവനും. നല്ല അച്ചടക്കത്തിൽ ജീവിക്കുന്ന കുടുംബം വഴിതെറ്റിപ്പോകുന്നത്, പിണങ്ങിപ്പോകുന്നത് സ്വത്ത് തർക്കത്തിന്റെ പേരിൽ. ഖതീഅത്തുർ റഹിം, ജ്യേഷ്ഠനും അനുജനും മിണ്ടുന്നില്ല, വാപ്പയും മക്കളും മിണ്ടുന്നില്ല, ഉമ്മയും മക്കളും മിണ്ടുന്നില്ല. ബന്ധം ഉലക്കുകയാണ്, ബന്ധം മുറിക്കപ്പെടുകയാണ്. ഖതീഅത്തുർ റഹിം. എന്തിന്? സമ്പത്തിന്റെ പേരിൽ. ആർക്കാണിത് വേണ്ടത്? ഇതുകൊണ്ട് എന്താ മനുഷ്യന് കിട്ടുന്നത്? അതിന്റെ പേരിൽ അള്ളാഹുവിന്റെ അർശിനെ തൂങ്ങിപ്പിടിച്ച് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ലോകത്തേക്ക് പടച്ചുവിട്ട സമയത്ത് അള്ളാഹുവിനോട് കാവൽ ചോദിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്, റഹിം, കുടുംബബന്ധം. അല്ലാഹുമ്മ ഹാദാ മഖാമുൽ ആഇദി മിനൽ ഖതീഅ. അല്ലാഹുവേ, കുടുംബബന്ധം എന്ന എന്നെ മുറിച്ചു കളയാതെ മനുഷ്യരോട് എന്നെ മുറിച്ചു കളയരുതേ എന്ന് പറഞ്ഞു കൊടുക്കണം റബ്ബേ.
ഞാനെന്ന കുടുംബബന്ധം മുറിക്കപ്പെടാതെ നീ കാവൽ തരണമെന്ന് അള്ളാഹുവിന്റെ അർശിന്റെ മുമ്പിൽ, അള്ളാഹുവിന്റെ അർശിൽ പിടിച്ചുകൊണ്ട് കുടുംബബന്ധം അള്ളാഹുവിനോട് കാവൽ ചോദിച്ചിട്ടുണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവാണ് പറഞ്ഞത്, കുടുംബബന്ധമേ അമാ യക്ഫികി, നിനക്ക് പോരെ അൻ അസ്വില മൻ വസലകി, നിന്നെ ആരെല്ലാം ചേർത്തുന്നുവോ അവരോട് ഞാൻ ബന്ധം ചേർത്തുമെന്നും വഅഖ്തഉ മൻ ഖതഅകി, ആരാണോ നിന്നോട് ബന്ധം വിച്ഛേദിച്ചത്, കുടുംബബന്ധം ആര് മുറിക്കുന്നുവോ, തെറ്റുന്ന പിണക്കമുള്ള വാക്കുകൾ ആര് പറയുന്നുവോ, ആരാണോ മാതാപിതാക്കളെ, മക്കളെ, കുടുംബത്തെ തമ്മിൽ തല്ലിക്കാനുള്ള പണിയെടുക്കുന്നത്, അത്തരക്കാരോട് അല്ലാഹു മിണ്ടുകയില്ലെന്നും കുടുംബബന്ധത്തിന് ഉറപ്പ് കൊടുത്തപ്പോഴാണ് റളീതു യാ റബ്ബി, എനിക്ക് പൊരുത്തമായി പടച്ചവനെ എന്ന് കുടുംബബന്ധം പറഞ്ഞത്. സ്വഹീഹായ ഹദീസല്ലേ അത്. ഖതീഅത്തുർ റഹിം, കുടുംബബന്ധം, ചോരബന്ധം, അവരോട് ബന്ധം ചേർക്കുന്തോറും ആയുസ് വർദ്ധിക്കും. നമ്മുടെ ഭക്ഷണത്തിൽ, സമ്പാദ്യത്തിൽ, കച്ചവടത്തിൽ, ജോലിയിൽ അല്ലാഹു ബറക്കത്ത് തരും. എത്ര വ്യക്തമായ ഹദീസാണ്. മനുഷ്യൻ എത്ര കാലം ജീവിക്കണമെന്ന് അല്ലാഹു തീരുമാനിച്ചു. അതിലൊരു മാറ്റം വരണമെങ്കിൽ രണ്ട് വിഷയം ചെയ്താലേ അല്ലാഹു മാറ്റുള്ളൂ, അല്ലെങ്കിൽ അല്ലാഹു മാറ്റൂല. ആയുസ് നീട്ടിത്തരയണമെങ്കിൽ രണ്ട് കാരണമേ ഉള്ളൂ. ഒന്ന്, മാതാപിതാക്കളെ പൊരുത്തപ്പിടിക്കുക, മാതാപിതാക്കളുടെ സ്നേഹം സമ്പാദിക്കുക, മാതാപിതാക്കളെ സന്തോഷിപ്പിക്കുക. രണ്ടാമത്തേത്, കുടുംബ ബന്ധങ്ങൾ ചേർത്തുക. ഇത് ചെയ്താലേ അള്ളാഹു നമ്മുടെ ഉമ്മയുടെ ഗർഭാശയത്തിൽ നമ്മൾ ഉണ്ടായിരിക്കെ നമുക്ക് നിശ്ചയിച്ച ആ കുടുംബ ബന്ധത്തിൽ ഒരൽപ്പം അല്ലാഹു